യെസ്. അപ്പൊ കുറെ പേര് ക്യാമറ ഓഫ് ചെയ്തിരിക്കുന്നുണ്ട്. എല്ലാരും ക്യാമറ ഓൺ ചെയ്തിട്ട് ഇരിക്കുക. എല്ലാവരുടെയും സുന്ദരമായ മുഖങ്ങൾ എനിക്ക് കാണണം എന്നുള്ളതാണ്. ഓക്കെ, ഇതിൽ കൂടുതലും നമ്മുടെ പാരന്റ്സ് തന്നെയാണ്. ഒരുപാടായി നമ്മൾ കണ്ടിട്ട്. യെസ്, മക്കളൊക്കെ ഹാപ്പി അല്ലേ? ക്യാമറ ഓൺ ചെയ്തിട്ടിരിക്കും. ഹായ്. യെസ്, അതെന്താ? ഞാനല്ലേ ക്യാമറ ഓൺ ചെയ്തിട്ട് ഇരുന്നോളി, എന്റെ മുന്നിലല്ലേ, പിന്നെ എന്താ പ്രശ്നം? യെസ്. ഓക്കെ, എല്ലാരും ഭയങ്കര ഹാപ്പിയിലാണല്ലോ. ഒന്ന് ചിരിച്ചെല്ലാരും, ഒന്ന് ആത്മാർത്ഥമായിട്ട് ഉള്ളൊന്ന് വരുന്നൊരു ചിരി ഒന്ന് ഞാൻ കാണട്ടെ. യെസ്, ഓക്കെ. അപ്പോ ക്ലോസ് യുവർ ഐസ്. എല്ലാരും ഒന്ന് കണ്ണടച്ചേ. എല്ലാരും ഒന്ന് കണ്ണടക്കുക. ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് നമ്മുടെ ബ്രീത്തിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് നമുക്ക് കാര്യങ്ങൾ തുടങ്ങാം. എല്ലാരും ഒന്ന് കണ്ണടച്ചേ. അതിന് മുന്നേ ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും ഇടത് കൈന്റെ മുകളിൽ വലത് കൈ വെക്ക്. ഈ ഇടത് കൈയുടെ മുകളിൽ വലത് കൈ വെച്ചിട്ട് ഈ തള്ളവിരൽ കൂട്ടിമുട്ടിച്ചിട്ട് അത് മടിയിൽ വെക്ക്. സൗണ്ട് ഇല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ ആണെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേ. സൗണ്ട് ക്ലിയർ ആവുന്നില്ല എന്നുണ്ടോ? ഇല്ലല്ലോ? യെസ്, ഓക്കെ. അപ്പൊ ചെയ്തോളൂ, ഞാൻ പറഞ്ഞ പോലെ ചെയ്തോളൂ. ഇടത് കൈക്ക് മുകളിൽ വലത് കൈ വെക്കുക. തള്ളവിരൽ രണ്ട് കൂട്ടിമുട്ടിച്ചിട്ട് മടിയിൽ വെച്ചോളൂ കേട്ടോ. ഓക്കെ, എന്നിട്ട് നിങ്ങൾ കണ്ണുകൾ അടച്ചോളൂ. നിങ്ങളുടെ ഒന്ന് നട്ടിൽ നിവർന്നൊന്നിരുന്നോളൂ കേട്ടോ. അവിടെ ഇവിടേക്ക് ചാരി ഇരിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നിവർന്നിരിക്കുക. ഓക്കെ, സെറ്റ് ആണല്ലോ. ക്ലോസ് യുവർ ഐസ്. കണ്ണുകൾ അടച്ചോളൂ. ബ്രീത്തിങ്. നന്നായിട്ട് ഉള്ളിലേക്ക് ശ്വാസം എടുത്തോളൂ. ഹോൾഡ് ഓൺ. ജസ്റ്റ് ഒന്നവിടെ ഹോൾഡ് ചെയ്തോളൂ. ബ്രീത്ത് ഔട്ട് സ്ലോലി. പതിയെ ശ്വാസം പുറത്തേക്ക് വിട്ടോളൂ. ഓക്കെ, ഒന്നുകൂടെ. ബ്രീത്ത് ഇൻ. ഹോൾഡ് ഓൺ. Breathe out slowly. Once again, breathe in. Hold on. Breathe out slowly. Okay. എല്ലാരും ഇവിടെ തന്നെ ഉണ്ടല്ലോ. പതിയെ തിരിച്ചു വന്നോളൂ. യെസ്. അപ്പോ എല്ലാവരുടെയും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മക്കളാണ് അല്ലേ? നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന നമ്മുടെ പ്രിയപ്പെട്ട മക്കള് ആണല്ലോ. അപ്പോ ഞാൻ ആദ്യമായിട്ട് നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാൻ പോവാണ്. എന്താണെന്നറിയോ? എത്ര പേർക്ക് നിങ്ങളുടെ നെഞ്ചത്ത് കൈവച്ചിട്ട് എന്റെ കുട്ടി എന്നെ പോലെ ആയാൽ മതി എന്ന് പറയാൻ പറ്റും? അവര് മാത്രം എന്ത്? അതില് സംശയമുണ്ടോ? ചിരിക്കണെന്താ? ഓക്കെ, എത്ര പേർക്ക് അത് പറയാൻ പറ്റും? അവര് മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് ആൻഡ്രൈസ് ചെയ്തേ. ഓക്കെ, എന്റെ കുട്ടി എന്നെ പോലെ ആയാൽ മതിയായിരുന്നു റബ്ബി എന്ന് തോന്നുന്നവര് അൽഹംദുലില്ലാ കുറച്ച് പേരുണ്ട് അല്ലേ. ബാക്കിയുള്ളവർ ഇങ്ങനെ പൊക്കണോ പൊക്കണ്ടയോ ഒന്ന് ആലോചിച്ച് നിൽക്കുന്നവരുണ്ട്. ഓക്കെ, എന്ത് പറ്റി? അപ്പൊ നിങ്ങൾ ബെസ്റ്റ് ആണ് എന്നുള്ളൊരു തോട്ട് നിങ്ങൾക്ക് വരുന്നില്ലേ? നമ്മൾ ആദ്യം ബെസ്റ്റ് ആയാലല്ലേ നമ്മുടെ മക്കളും ബെസ്റ്റ് ആവുള്ളൂ. ഓക്കെ, ആ സംശയം വേണ്ട. യെസ്. അപ്പോ എല്ലാരും ഇവിടെ ഉണ്ടല്ലോ. തുടങ്ങാം. ഇവര് ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ? നമ്മൾക്ക് എപ്പോ മുതലാണ് നമ്മുടെ മക്കള് നമ്മൾ പറഞ്ഞ കേൾക്കുന്നില്ല എന്നുള്ള തോട്ട് വരാൻ തുടങ്ങിയത്? ഒന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. എപ്പോ മുതലാ കേൾക്കുന്നില്ല എന്നുള്ള തോട്ട് വരാൻ തുടങ്ങിയത്? ഞാൻ പറയട്ടെ എന്നാല്. അവര് പറയുന്നത് നമ്മൾ കേൾക്കാനുള്ള സമയം കണ്ടെത്താത്തത് മുതലാണ് നമ്മൾ പറയുന്നത് അവർ കേൾക്കുന്നില്ല എന്നുള്ള തോട്ട് തുടങ്ങിയത്. ഒരു കുട്ടി ജനിച്ച ഉടനെ ആ ഫസ്റ്റ് ആയിട്ടുള്ള ആ കുട്ടിയെ നമ്മുടെ കയ്യിൽ കിട്ടിയപ്പോ നമ്മുടെ മനസ്സിൽ എന്താ ഉണ്ടായത്? എത്രത്തോളം സന്തോഷം നമ്മുടെ മനസ്സിക്ക് വന്നിട്ടുണ്ടായിരുന്നു? ആ കുട്ടീനെ നമ്മൾ എങ്ങനെയാ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്? ഒന്ന് ഓർത്ത് നോക്കിക്കേ എല്ലാരും. ആ ഫസ്റ്റ് ഡേ എങ്ങനെയായിരുന്നു എന്നുള്ളത് ഒന്ന് ഓർത്ത് നോക്കിക്കേ. അതേപോലെ എല്ലാവരുടെ ഫേസിലും നല്ല ഹാപ്പിനെസ് വരുന്നുണ്ട് അല്ലെ? അത് ഓർക്കുമ്പോ ആ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ആ സുന്ദരമായ ആ കുട്ടീനെ നമ്മുടെ കയ്യിൽ കിട്ടിയപ്പോ പിന്നെ എവിടെ മുതലാണ് നമുക്ക് ആ കുട്ടീനെ നഷ്ടപ്പെട്ടത്?
എവിടെ മുതലാ? അവര് വലുതായി വലുതായി വരുമ്പോ അപ്പോ നമ്മൾ എന്ത് ചെയ്തു? നമുക്ക് ആ ഒരു ഇഷ്ടം ഉള്ളിലുണ്ട്, പുറത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല അല്ലേ? പിന്നെ അവരെ പഠിപ്പിക്കണം. നിങ്ങൾക്ക് വീട്ടിൽ പല ജോലികൾ കാര്യങ്ങൾ ഉണ്ടാവും. അതിൻ്റെ ഇടയിൽ ഇവരുടെ പഠിത്തം എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നു. ആ സമയം മുതൽ നിങ്ങളുടെ ഉള്ളിലുള്ള കുട്ടീനെ നിങ്ങൾ എന്ത് ചെയ്തു? മറന്നുപോയി. നിങ്ങളുടെ കുട്ടീത്തെ നിങ്ങൾ മറന്നുപോയി. നിങ്ങൾ ഒരുപാട് ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളും ഏറ്റെടുത്ത് ഞാൻ വലിയ എന്തോ സംഭവമാണ് എന്നുള്ളൊരു തോട്ട് നിങ്ങൾക്ക് വരാൻ തുടങ്ങി അല്ലേ? അല്ലേ? ആണ്. അവിടെ മുതലാണ് എന്തുണ്ടായത്? എന്റെ കുട്ടി ചെറുതും ഞാൻ വലിയ എന്തോ സംഭവമാണ്, ഇതുപോലെ എന്റെ കുട്ടി ആവണം എന്നുള്ള തോട്ട് വരാൻ തുടങ്ങിയത്. അപ്പൊ നമ്മളെ എപ്പം മുതലാണ് നമ്മുടെ കുട്ടീനെ നമ്മൾ വലിയ ആളും കുട്ടി ചെറിയ ആളും ആയിട്ട് നോക്കാൻ തുടങ്ങിയത്? അവിടെ മുതലാണ് പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങിയിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? സെറ്റല്ലേ? യെസ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാല്, നമ്മുടെ മക്കള് ഏകദേശം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇങ്ങനെ ആവും നമ്മൾ നിൽക്കുന്നുണ്ടാവാം. ഈ പിള്ളേരുടെ റേഞ്ചിലേക്ക് നമുക്ക് എന്താ, ഇവരുടെ ലെവലിക്ക് നമുക്കൊന്ന് കുനിഞ്ഞു നിന്നിട്ട് നോക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഞാനൊരു കാര്യം ആദ്യം പറയാം. നിങ്ങൾ ഓരോരുത്തരും എന്ത് ചെയ്യണം? ഈ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കാം. ഓരോ പുതിയ അറിവും ചിലപ്പോൾ നമ്മളൊക്കെ വലിയ ആളുകളുടെ അടുത്ത് നിന്ന് നമുക്ക് എന്താക്കാണ്ടാവും? ഒരുപാട് അറിവുകൾ നേടാനുണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ടാവും. ചിലപ്പോൾ നമ്മളൊക്കെ ആ ചെറിയ ആളുകളുടെ അടുത്ത് നിന്ന് എന്തുണ്ടാവും? ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാണ്ടാവും. അപ്പോ ഞാന് ഒരു അറിവ് നേടാൻ വന്നിരിക്കുകയാണ് എന്നുള്ള ലെവലിൽ എന്താക്കണം? നിങ്ങൾ ഓരോരുത്തരും ഇവിടെ ഇരിക്കണം. ഒരു LKG കുട്ടി എങ്ങനെയാണോ ഒരു ടീച്ചറെ നോക്കി നിൽക്കുന്നത്, അതുപോലെ ആയിരിക്കണം നിങ്ങൾ ഓരോരുത്തരും. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും ഇവിടുന്ന് കൊണ്ടുപോകാൻ ഉണ്ടാവും എന്നുള്ളതാണ്. അല്ലാണ്ട് ഒരു എംപ്റ്റി കപ്പായിട്ട് വേണം നിങ്ങൾ ഇരിക്കാൻ. ഒരു ഗ്ലാസ്സിൽ ഫുൾ വെള്ളമുണ്ട്, അതിലേക്ക് വീണ്ടും നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? അത് അതിൽ നിൽക്കുവോ? ഇല്ലല്ലോ, അത് നിറഞ്ഞു പുറത്തേക്ക് പോവുമല്ലോ. അപ്പോ അതുപോലെ ആവുന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു എംപ്റ്റി കപ്പായിട്ട് ഒരു LKG കുട്ടി എങ്ങനെയാണോ ഒരു ടീച്ചർ മുന്നിൽ ഇരിക്കുക, അതുപോലെ വേണം ഇവിടെ ഇരിക്കാൻ. എങ്കിലാണ് നിങ്ങൾ കേട്ടിട്ടുള്ള അറിവ് തന്നെ ആയിരിക്കും ഞാൻ ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ടാവുക, അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും പറ്റുക എന്നുള്ളതാണ്. ഓക്കെ? യെസ്. അപ്പൊ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാല്, നമ്മൾ കുട്ടികളുടെ ലെവലിലേക്ക് എന്ത് ചെയ്യണം? ഒന്ന് കുനിഞ്ഞു നിന്നിട്ട് നമ്മൾ അവരുടെ ഏജിൽ, ഇപ്പൊ ഒരു 5 വയസ്സായ കുട്ടിയാണ് എന്നുണ്ടെങ്കിൽ, എനിക്കൊരു 5 വയസ്സായിട്ടുണ്ടെങ്കിൽ ഞാൻ ആ സമയത്ത് ഞാൻ എന്തൊക്കെയാണ് ആഗ്രഹിക്കുക എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു തോട്ട് കൊടുത്തിട്ട് വേണം ഇവരെടുത്ത് പെരുമാറാൻ. അല്ലാണ്ട് നിങ്ങളുടെ റേഞ്ചിൽ നിന്നിട്ട് ഈ കുഞ്ഞു കുട്ടീൻ്റെ അടുത്ത് അത് ചെയ്യ് ഇത് ചെയ്യാതെ ഫുൾ നോ നോ നോ, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനുള്ളത് ചെയ്തോളൂ എന്നുള്ളത് പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലാണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ആ സമയത്ത് ഒരു 5 വയസ്സായ കുട്ടിക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് അവരാഗ്രഹിക്കുക? അവരുണ്ടാവും. ഇതിൽ എത്ര പേരുണ്ട് രാവിലെ കുട്ടീനെ നല്ല രീതിയിൽ വിളിച്ചുണർത്തിയിട്ട് ഒന്ന് കെട്ടിപ്പിടിച്ച് ഒരു കിസ്സൊക്കെ കൊടുത്തിട്ട് വിളിക്കുന്ന എത്ര പേരുണ്ട്? എന്റെ ക്ലാസ്സിൽ ഇരുന്നതുകൊണ്ട് മേ ബി നിങ്ങൾ ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് ധൈര്യമായിട്ട് കൈ നിങ്ങൾക്ക് പൊക്കാം. പുതിയ പാരന്റ്സ് ആണെങ്കിൽ അതിൽ സംശയമാണ് അല്ലെ? അതുപോലെ തന്നെ നൈറ്റിൽ കിടക്കുന്നതിന് മുമ്പ് പോയി കിടക്കടാന്ന് പറയാണ്ട് അവരൊന്ന് കയ്യിലൊക്കെ ഒന്ന് കിടത്തി ഒന്ന് തോളോട് ചേർത്ത് നിർത്തിയിട്ട് ഒന്ന് തലോടി ഉറക്കി കൊടുക്കുന്ന എത്ര പാരന്റ്സ് ഉണ്ട്? നിങ്ങൾക്ക് ഒരുപാട് തിരക്കുകൾ ഉണ്ടാവും. നിങ്ങളുടെ തിരക്കിൽ നിന്നൊക്കെ മക്കൾക്ക് വേണ്ടിയിട്ട് സമയം മാറ്റി. കാരണം നമ്മൾ ആ ഏജിലേക്ക് പോകുമ്പോൾ, നമ്മൾ ആ കുട്ടിയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മൾ അത് ആഗ്രഹിക്കുന്നില്ലേ? ഇല്ലേ? ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. നമ്മൾ ഇപ്പോഴും നമ്മുടെ പാരന്റ്സിന്റെ അടുത്തുനിന്ന് ഒന്ന് കെട്ടിപ്പിടിച്ചെങ്കിൽ, ഒരു കിസ് കിട്ടിയെങ്കിൽ, ഒന്ന് സ്നേഹിച്ചെങ്കിൽ എന്ന് തോന്നാറില്ലേ? എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഉള്ളിൽ നമ്മുടെ പാരന്റ്സ് നമ്മളെ അടുത്ത് ഒരുപാട് ഇഷ്ടമുണ്ടാവും, പക്ഷെ അത് പുറത്തേക്ക് പ്രകടിപ്പിക്കാറില്ല എന്നുള്ളതാണ് പലപ്പോഴും. യെസ്. അപ്പൊ ആ ഒരു അവസ്ഥ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മുടെ മക്കൾക്ക് ഉണ്ടാവാൻ പാടില്ല. മാതാ പിതാ ഗുരു ദൈവം എന്നാണല്ലോ. മാതാവിൽ നിന്നും പിതാവിൽ നിന്നും ഗുരുവിൽ നിന്നും നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത് എന്താണ്? ദൈവത്തിന്റെ സാന്നിധ്യമാണ് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത്. അതെന്തായാലും നമ്മുടെ ഭാഗത്ത് നിന്ന് എന്താവണം? ഉണ്ടാവണം. അപ്പൊ ഓരോ കുട്ടിയും ദൈവത്തിന്റെ പ്രതിനിധികളാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ ഞാൻ പറയുന്നത്? അപ്പൊ നമുക്ക് അവരിലൂടെ നമുക്ക് എന്താക്കാൻ പറ്റണം? നമ്മുടെ പടച്ചോനെ ദൈവത്തിനെ നമുക്ക് കാണാൻ പറ്റണം. ഓക്കെ, അങ്ങനെ നോക്കി കാണുമ്പോ എൻ്റെ കുട്ടി പടച്ചോനെ ഇത് എന്റേതല്ലല്ലോ, ഇത് പടച്ചോൻ എനിക്ക് തന്നതാണല്ലോ, ദൈവം എനിക്ക് തന്നതാണല്ലോ എന്നുള്ള രീതിയിൽ നമ്മൾ അവരെ നോക്കി കാണുമ്പോൾ പല കാര്യത്തിലും നമുക്ക് എന്താവില്ല, അടി കൂടാനുള്ള ഒരു മനസ്സുണ്ടാവില്ല. ഒരു എന്താ പറയാ,
സമാധാനം അവിടെ വരും. ക്ഷമ അവിടെ വരും. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ മക്കളുടെ ഹൃദയത്തെ കേൾക്കാൻ, മക്കളുടെ ഹൃദയത്തെ കേൾക്കാൻ നിങ്ങൾ എന്താക്കണം? തയ്യാറാവണം. അവർക്ക് നിങ്ങളൊരു സ്പേസ് കൊടുക്കണം കേൾക്കാനുള്ള. നിങ്ങൾ കേൾക്കുന്ന സമയത്ത് മക്കൾ പറയുമ്പോൾ ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു LKG UKG 1ാം ക്ലാസ് ഒക്കെ ആവുമ്പോൾ നമ്മൾ എന്തേ ഉണ്ടായെന്ന് ചോദിച്ചിട്ട് അവർ ഫുൾ കേൾക്കാൻ റെഡി ആവും. പക്ഷെ അവർ വലുതാവും തോറും നമ്മൾ എന്താക്കൂല, അവരെ വല്ലാണ്ട് മൈൻഡ് ആക്കൂല. അവരിങ്ങനെ പറയും, ചിലപ്പോൾ നമ്മൾ ഫോണിലായിരിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ അതെല്ലാം മാറ്റി വെച്ചിട്ട് നിങ്ങൾ മക്കൾക്ക് വേണ്ടിയിട്ട് ഒരു സമയം കണ്ടെത്തുക. ഓക്കെ, അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ അവരുടെ ബെസ്റ്റ് നിങ്ങളായിരിക്കും, അവരുടെ ബെസ്റ്റ് ഫ്രണ്ട്. അവർ എവിടെ ചോദിച്ചു കഴിഞ്ഞാലും അവർ പറയാൻ തുടങ്ങും, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എൻ്റെ ഉമ്മയാണ്, അല്ലെങ്കിൽ എൻ്റെ വാപ്പയാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. ഇവര് ന്യൂജനാണ്, നല്ല വൈബാണ് എൻ്റെ പാരൻസിന്റെ കൂടെ നിൽക്കുമ്പോൾ. അതാണ് നമ്മൾ പറയിപ്പിക്കേണ്ടത്. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവരുടെ ഡയമണ്ട്, അവരുടെ ഹൃദയത്തിലെ ഡയമണ്ടിനെ നമുക്ക് കാണാൻ പറ്റണം. അള്ളാഹുവിന്റെ പ്രതിനിധിയാണ് നമ്മൾ. റഹ്മാനും റഹീമും ആയിട്ട് അവരുടെ അടുത്ത് പെരുമാറാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാവണം. ക്ഷമ നമുക്ക് ഉണ്ടാവണം എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ക്ഷമ ഉണ്ടായി കഴിഞ്ഞാല് മാതാ പിതാ ഗുരു ദൈവം എന്നാണ്. അപ്പൊ ഇവരിൽ നിന്ന് നമുക്ക് ദൈവത്തെ കാണിച്ചു കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ മക്കൾ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, യെസ്. അപ്പോ അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മതി. രാവിലെ ഒരു ടാസ്ക് ഞാൻ തരാം. രാവിലെ ഡെയിലി നീക്കുമ്പോൾ, പുതിയ പാരൻസിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, ഡെയിലി നീക്കുമ്പോൾ അവരെ നല്ല രീതിയിൽ ഒന്ന് വിളിച്ചുണർത്തി കഴിഞ്ഞാൽ അവർക്ക് ആ ദിവസം മുഴുവൻ നല്ല എനർജി ഉണ്ടാവും. അല്ലാണ്ട് മദ്രസയിൽ പോവാൻ നേരം വൈകുന്നത് കൊണ്ടും അങ്ങനെയൊക്കെ ആയിട്ട് അവരെ ചീത്ത പറഞ്ഞിട്ടൊക്കെയാണ് വിളിക്കുന്നതെന്നുണ്ടെങ്കിൽ അവർ പോലും അറിയാണ്ട് ആ ദിവസം മുഴുവൻ അവരത് കൊള്ളാവുന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? രാവിലെ എണീക്കുമ്പോ തന്നെ അവരെ നല്ല രീതിയിൽ വിളിച്ച് നന്നായിട്ട് കെട്ടിപ്പിടിച്ചൊക്കെ കിസ്സൊക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യുക? അവരെ പറഞ്ഞു വിടാം. ആ ദിവസം മുഴുവൻ അവരിൽ നല്ല എനർജി ഉണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ വേണം നൈറ്റിൽ കിടന്നുറങ്ങുമ്പോഴും. അപ്പൊ അവരുടെ ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ ഓരോരുത്തരും ആയിരിക്കണം. അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അവർ ചെയ്യുമ്പോൾ അതിന് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഓരോ ഗിഫ്റ്റുകൾ സർപ്രൈസ് ആയിട്ട് നിങ്ങൾ എന്തെങ്കിലും ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ സെറ്റാക്കി കൊടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ എപ്പോഴും ചീത്ത പറയുന്ന സ്വഭാവമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഹൃദയത്തെ ശുദ്ധിയാക്കാൻ ആദ്യം ശ്രമിക്കാം. നിങ്ങൾ ഒരു 30 വയസ്സുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ മേ ബി ഇത്രയും വർഷത്തിനുള്ളിൽ ഞാൻ എന്തെല്ലാമാണ് മറ്റുള്ളവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതൊന്ന് നോട്ട് ചെയ്യാം. ഇത്രയും വർഷത്തിനുള്ളിൽ ഞാൻ എന്തെല്ലാമാണ് മറ്റുള്ളവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ ഒരുപാട് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും, ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. അതെല്ലാം നോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും, ചീത്ത പറയുക, അടിക്കുക, അങ്ങനെയുള്ള പല കാര്യങ്ങളും. മെയിനായിട്ട് നമ്മൾ വീട്ടിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവുമ്പോൾ നമ്മൾ മക്കളുടെ മേലാണ് തീർക്കാറുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സംഭവം വരുമ്പോൾ മിക്ക കുട്ടികളും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, നിന്റെ ഉമ്മേനെ എനിക്ക് തരുമോ? ഞാനൊക്കെ ചെറുപ്പത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നിന്റെ ഉമ്മേനെ എനിക്ക് തരാ, എൻ്റെ ഉമ്മേനെ നിനക്ക് തരാന്ന്. നിങ്ങളും പലരും പറഞ്ഞിട്ടുണ്ടാവും മേ ബി. കാരണം എന്താ? നമ്മുടെ അയൽവാസിയിലെ കുട്ടി നമ്മുടെ വീട്ടിൽ വരുമ്പോ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് വിരുന്ന് വന്ന ഒരു കുട്ടീനെ നമ്മുടെ വീട്ടിൽ സൽക്കരിക്കുന്നത് അവരുടെ ഭാഗത്ത്, നമ്മുടെ പാരന്റ്സിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങളും അല്ല, ശരിയല്ലേ ഞാൻ പറയുന്നത്? നമ്മൾ എങ്ങനെയാ അവരെ ട്രീറ്റ് ചെയ്യുക? അത് ചെയ്യില്ല. അവരുടെ അടുത്ത് നിന്ന് മേ ബി ഒരു ക്ലാസ് വീട് പൊട്ടിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? അത് കുഴപ്പമില്ല, കുഴപ്പമില്ല, ഞാൻ ശരിയാക്കിക്കോളാട്ടാ, അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താക്കും? അതങ്ങ് സോൾവ് ചെയ്തു പോകും. മേ ബി അത് കഴിഞ്ഞ് അപ്പൊ ഈ കുട്ടി വിചാരിക്കും, ആ കൊള്ളാലോ ഇവരുടെ പാരന്റ്സ്, വാ ഇവന്റെ പാരന്റ്സ് അടിപൊളിയാണല്ലോ, എനിക്ക് അങ്ങനെ ഒരു പാരന്റിനെ കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ള തോട്ട് എന്താവും? ഇവൻക്ക് വരും. ആ ഒരു സംഭവം നേരെ മറിച്ച് നമ്മുടെ കുട്ടിയുടെ അടുത്ത് നിന്നാണെങ്കിലോ, അതും പൊട്ടിയില്ലേ എന്നുള്ള ഒരു സംസാരം അവിടെ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ എന്ത് ചെയ്യുക? കുഞ്ഞു 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 കാര്യങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ക്ഷമിച്ചു കൊടുക്കുക. കാരണം എപ്പോഴും ഒരു കാര്യം എടുത്താൽ മതി, എന്റെ വലിപ്പല്ലല്ലോ കുട്ടി, കുട്ടി കുട്ടിയായിട്ട് തന്നെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എപ്പോഴാണ് മക്കളുടെ അടുത്ത് ദേഷ്യപ്പെടാൻ തോന്നുന്നത്, ആ നിമിഷം മുതൽ നിങ്ങളുടെ ഉള്ളിലുള്ള കുട്ടിത്വം നഷ്ടപ്പെട്ടു, നിങ്ങളുടെ ഉള്ളിലെ കുട്ടി നശിച്ചു എന്ന് തന്നെ പറയാം, മരിച്ചു എന്ന് തന്നെ പറയാം. എങ്കിലാണ് നമ്മൾ ഉള്ളിലുള്ള എല്ലാവരുടെ ഉള്ളിലും ഓരോ കുട്ടിയുണ്ട്. അപ്പൊ അത് എത്രത്തോളം ആക്റ്റീവ് ആകുന്നോ അതിനനുസരിച്ച് നമുക്ക് എന്താക്കാൻ പറ്റും? മക്കളെ കൂടെ കളിക്കാനും ചിരിക്കാനും അവരെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾ എന്ത് ചെയ്യുക? അവരെ കൂടെ കളിക്കാനൊക്കെ റെഡി ആവുക. അല്ലാണ്ട് എന്തിനാ മസിൽ പിടിച്ച് ഇങ്ങനെ ഇരിക്കേണ്ട ആവശ്യം എന്താ? ഇല്ല.
ഒരുപാട് കാര്യങ്ങൾ, വീട്ടിലെ കാര്യങ്ങളും മറ്റ് ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ തലയിൽ വെച്ചിട്ട് എന്തിനാ വെറുതെ കുട്ടികളുടെ നല്ല നല്ല സമയങ്ങൾ നഷ്ടപ്പെടുന്നത്? നമ്മൾ വിചാരിച്ച് കണ്ണടച്ച് തുറക്കുമ്പോഴത്തേക്കും മക്കൾ എന്താവും? അവര് വലുതാവും. നിങ്ങൾ നോക്കണം, അവര് പ്രസവിച്ച് വീണ ആ സമയത്ത് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന ആ കുട്ടി ഇപ്പം അവരെന്തായി? വളർന്ന് വലുതായി. ഇത്രയും സമയം കൊണ്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാ അവരെ എത്രത്തോളം നമ്മൾ അടിച്ചിട്ടുണ്ടാവും, എത്രത്തോളം നമ്മൾ ചീത്ത പറഞ്ഞിട്ടുണ്ടാവും. ആ ഒരു പടച്ചവൻ അങ്ങനെ ഒരു നല്ലൊരു സംഭവം നമുക്ക് തന്നിട്ട് അതിനെ ഒരു പ്രൊഡക്റ്റ് നമുക്ക് കിട്ടിയിട്ട് നമ്മൾ എത്രത്തോളം അതിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം. വലുതാവും. പിന്നെ നമ്മൾ കണ്ണടച്ച് തുറക്കുമ്പോഴത്തേക്ക് ഇവര് വലുതാവും. ഇവര് വലുതായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താവൂല? സമയം കിട്ടൂല. ഇവർക്ക് നമ്മളെ കേൾക്കാൻ സമയം, വലിയ വലിയ ക്ലാസ്സിലൊക്കെ എത്തുമ്പോൾ നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങൾ ഇവർക്ക് കേൾക്കാനുള്ള സമയം ഉണ്ടാവൂല. അപ്പൊ നമ്മൾ വിചാരിക്കും ഇവനൊന്ന് എന്നെ കേട്ടെങ്കിൽ, ഞാൻ ഓരോ കാര്യങ്ങൾ പറയും, ഇവൻ എന്തത് മനസ്സിലാക്കാത്തത് എന്ന്. കാരണം +1 +2 ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന വലിയ കുട്ടികളായി കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാൻ പറ്റില്ല, ഇതുപോലെ സ്നേഹം മേ ബി അപ്പൊ കൊടുക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. കൊടുക്കാൻ പറ്റൂല എന്നല്ല, ആദ്യം തന്നെ സ്നേഹത്തോട് കൂടിയിട്ടാണ് നിങ്ങൾ കുട്ടീനെ വളർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുണ്ടെങ്കിൽ എത്ര വലിയ കുട്ടി ആയി കഴിഞ്ഞാലും എന്താക്കും? അവര് നമ്മളെ കേൾക്കാനും നമ്മളെ കൂടെ ഇപ്പോഴാണ് നമ്മൾക്ക് അവര് നല്ല രീതിയിൽ കൊണ്ടെടുക്കാൻ പറ്റുക. കുറച്ച് വലുതായി കഴിഞ്ഞാൽ അവര് നമ്മൾ എന്താക്കും? നമ്മുടെ പാരന്റിങ് റോൾ അവര് ഏറ്റെടുത്തിട്ട് അവര് നമ്മളെ നല്ല രീതിയിൽ കെയർ ചെയ്ത് കൊണ്ടുപോകും എന്നുള്ളതാണ്. അല്ലേ? അങ്ങനെ തന്നെയല്ലേ ഉണ്ടാവുക? നിങ്ങളിപ്പോ നിങ്ങളുടെ പാരന്റ്സിനെ എങ്ങനെയാണോ നോക്കിക്കാണുന്നത് അതുപോലെ ആവും നമ്മുടെ കുഞ്ഞു മക്കൾ വലുതായി കഴിഞ്ഞാല്. ഒറ്റ സെക്കൻഡ്. യെസ്, ഓക്കെ, സോറി ട്ടാ, അവിടെ സൗണ്ട് കൊടുക്കേ. അപ്പോ ആ സമയത്ത് നമ്മളെ കേൾക്കാനും നമ്മളെ കൂടെ നിൽക്കാനും നമ്മളെ ചേർത്ത് പിടിക്കാനും അവര് വേണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ കുട്ടികളെ നമ്മൾ എന്താക്കണം? നമ്മൾ നല്ല രീതിയിൽ ചേർത്ത് പിടിക്കാനും തലോടാനും നമുക്ക് പറ്റണം എന്നുള്ളതാണ്. അപ്പൊ എല്ലാരും എന്ത് ചെയ്യാ? ആ രീതിയിൽ തന്നെ കൊണ്ട് നടക്കാം. നമുക്ക് അവർ നമ്മുടെ മുന്നോട്ട് വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വന്നാൽ മതി, പഠിച്ചോനെ ഇത് എനിക്ക് പഠിച്ചവനായിട്ട് തന്നൊരു നിധിയാണല്ലോ എന്നുള്ളൊരു തോട്ട് കൊടുത്തിട്ട് നമ്മളെ മക്കളുടെ മുന്നിൽ നിങ്ങൾ പോയി നോക്കി. അവരെന്ത് തെറ്റ് ചെയ്താലും നമുക്ക് എന്താക്കാൻ പറ്റും? കൂളായിട്ട് അത് ഇതാക്കാൻ പറ്റും. അല്ലാണ്ട് ക്ഷമ താനെ വരും. വീട്ടിലുള്ള മറ്റുള്ളവരുടെ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് മക്കളെ മാറ്റാൻ എന്തായാലും പറ്റൂല. മക്കൾ ഒരിക്കലും മാറൂല. നമ്മൾ വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാന്നല്ല. നമ്മൾ എത്രത്തോളം ഇങ്ങനെ അത് ചെയ്യ് ഇത് ചെയ്യാണ്ടൊക്കെ ഇങ്ങോട്ടൊക്കെ പറയുന്നോ അതിനനുസരിച്ച് എന്താവും? മക്കൾക്ക് നമ്മളോടുള്ള അടുപ്പം കുറഞ്ഞു 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 വരിക ചെയ്യുള്ളൂ. ഒരിക്കലും അവര് നന്നാവാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട? നിരന്തരം ഉപദേശിച്ചുകൊണ്ടേ ഇരിക്കണ്ട എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ അവരെന്ത് ചെയ്യുക? ചേർത്ത് പിടിക്കുക. അവരെ കളിക്കാനും അവരെ കൂടെ കളിക്കാനും അതുപോലെ തന്നെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. അപ്പൊ കുറച്ചൊക്കെ വലിയ കുട്ടികളാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക? അവർക്കൊന്ന് വാരി കൊടുക്കാനൊക്കെ ശ്രദ്ധിക്കുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ എൻ്റെ ഉമ്മ ഏറ്റവും ബെസ്റ്റ് ആണ് എന്നുള്ള ഏറ്റവും ബെസ്റ്റ് ആണ് എന്നുള്ളൊരു ഇത് അവർക്ക് വരും. അപ്പോ നമ്മുടെ വീട് അതന്നെ ആയിരിക്കും സ്വർഗം എന്നുള്ളതാണ്. നിങ്ങൾ അതൊന്ന് കണ്ണടച്ചൊന്ന് കണ്ടു നോക്കിക്കേ. നിങ്ങൾ എല്ലാത്തിനും ആ പ്രസവിച്ച് വീണ കുട്ടീനെ നമ്മുടെ കയ്യിൽ കിട്ടുന്നതും ഇപ്പോഴത്തെ നമ്മുടെ മക്കളുടെ അവസ്ഥയെ നിങ്ങളൊന്ന് നോക്കിക്കേ. എന്താണ് അവസ്ഥ? എന്തുകൊണ്ടാണ് ഈ കുട്ടി പറഞ്ഞാൽ കേൾക്കുന്നില്ല എന്ന് പറയാൻ കാരണം? അതിലെ ഏറ്റവും വലിയൊരു ഉത്തരവാദിത്തം ആർക്കാ? കുട്ടിക്കാണോ? അല്ല.
കുട്ടി അന്നത്തെ അതേപോലെ തന്നെയാ നമ്മുടെ മക്കള്. പിന്നെ പ്രശ്നം വന്നത് ആർക്കാ? നമ്മൾക്ക്. നമ്മൾ പല റോളും ഏറ്റെടുത്തു. വർക്കിന് പോകുന്ന ആളുകളാണെങ്കിൽ അത്, വീട്ടിലെ കാര്യങ്ങളാണെങ്കിൽ അത്, നമ്മുടെ രക്ഷിതാക്കളുടെ കാര്യങ്ങളാണെങ്കിൽ അത്, എല്ലാം ഏറ്റെടുത്തിട്ട് നമ്മളെന്തോ വലിയ സംഭവമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പൊ ഇവര് കുഞ്ഞു മക്കൾ ഓരോ കാര്യങ്ങൾ അവരുടേതായിട്ടുള്ള പ്രായത്തിൻ്റെതായിട്ടുള്ള കുസൃതികൾ കാണുമ്പോൾ പോലും നമുക്ക് എന്താക്കാൻ പറ്റുന്നില്ല, സഹിക്കാനോ ഇതോ പറ്റുന്നില്ല. ഓൺ ദി സ്പോട്ടിൽ നമ്മൾ എന്താക്കുന്നത്, ചീത്ത പറയുന്നു, അടിക്കുന്നു. ആ ഒരു മുറിവ് അവര് എത്ര വലുതായി കഴിഞ്ഞാലും, മേ ബി എത്ര വലുതായി കഴിഞ്ഞാലും നിങ്ങൾ എങ്ങനെയാണോ അവരുടെ അടുത്ത് പെരുമാറിയത്, അതിൽ ചില സമയത്ത് അവർക്ക് അത് വരും, അവരുടെ സ്വഭാവത്തിൽ അത് വരും. വലിയ കുട്ടികളായി കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ മേ ബി തൊട്ടിയിലിട്ടത് പോലും ഒന്ന് ഉറക്കിട്ടിട്ട് ഒന്ന് ഉറങ്ങിക്ക വേഗം എന്ന് പറഞ്ഞിട്ട് ഒന്ന് ആട്ടുന്നുണ്ടെങ്കിൽ, വലിയ കുട്ടിയായി കഴിഞ്ഞാൽ അതിൽ പല ഇതൊക്കെ ഉണ്ട്, ഇന്നർ ചൈൽഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് പോലും ഈ വക കാര്യങ്ങളൊക്കെ അവരുടെ മൈൻഡിലേക്ക് വരും എന്നുള്ളതാണ്. അതൊക്കെയാണ് അവരുടെ പഠനത്തിനും പല കാര്യങ്ങൾക്കും അവിടെ ബ്ലോക്ക് വരുന്നത് എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ പൊന്നു മക്കളെ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ കെയർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവാ. അപ്പോ എല്ലാവരെയും, നിങ്ങളൊരു പാരന്റ് ആണ്, ആ വീട്ടിലെ ഹോം മാസ്റ്റർ ആണ് നിങ്ങള്. അപ്പോൾ നമ്മളൊക്കെ വലിയ ആള്, നമ്മുടെ ഉമ്മ വാപ്പ, അവരുടെ ഒരു പാരന്റ് നിങ്ങൾക്ക് ആവാൻ പറ്റണം. അതുപോലെ തന്നെ നമ്മളൊക്കെ ചെറിയ ആളുകളുടെ എല്ലാവരുടെ ഒരു പാരന്റ് ആവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറ്റണം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ആ വീട് ഒരു സ്വർഗമായിരിക്കും. നിങ്ങൾ തന്നെ ഒരു റൂള് കൊണ്ടുവരിക, ഈ വീട്ടിൽ ഇന്ന 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 കാര്യങ്ങളൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. അത് നിങ്ങളൊന്ന് പ്ലാൻ ചെയ്യുക, എങ്ങനെയാണ് എൻ്റെ വീട് ഏറ്റവും ബെസ്റ്റ് ആക്കുക എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡിന് ഇന്ന റോളൊക്കെ കൊടുക്കുക, കുട്ടികൾക്ക് ഇന്ന റോളൊക്കെ കൊടുക്കുക. ഇങ്ങനെ ഒരു ഫാമിലി ടൈം ഞങ്ങൾ കണ്ടെത്തും, ഇന്ന ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ പുറത്തേക്ക് പോകും കുട്ടികളെ കൊണ്ട് നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ടും ചെയ്യേണ്ട കാര്യം എന്താണ്, മാസത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ അവരുടെ അടുത്ത് പുറത്തു പോകണം. വലിയ ടൂറ് കാര്യങ്ങൾ പോകണമെന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ, അത് നിങ്ങൾ അതിൽ തന്നെ മനസ്സിലാക്കണം. ജസ്റ്റ് അവരെയും കൊണ്ടൊന്ന് ഷോപ്പിങ്ങിന് പോയിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടതൊന്നും അവർക്ക് ഇഷ്ടപ്പെട്ടതെന്നല്ല, വീട്ടിലെ സാധനങ്ങൾ മതി. എടാ ഇന്നത്തെ സാധനങ്ങൾ നീ ഒന്ന് പർച്ചേസ് ചെയ്ത, നീ എടുത്തോട്ടെ അന്നത്തെ സാധനങ്ങൾ മുഴുവൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങളൊന്ന് അവരെ കൊണ്ടൊന്ന് സാധനങ്ങളൊക്കെ വാങ്ങിപ്പിച്ച് നോക്കി. അപ്പൊ തന്നെ അവർക്കൊരു ഫീല് വരും, വാവ് ഞാൻ വലിയ സംഭവമായി എന്നുള്ളൊരു തോട്ട് അവർക്ക് വരും. അത് മതി അവർക്ക്, ആ ഒറ്റ കാര്യം മതി. അങ്ങനെ അവർക്കും നമ്മൾ ഓരോ കാര്യത്തിനും എടാ ഇത് അങ്ങനെയല്ല ഇങ്ങനെയല്ലേ എന്നുള്ളത് അവരെടുത്ത് നമ്മൾ ചോദിക്കുമ്പോൾ, എൻ്റെ വീട്ടിൽ എനിക്കും ഒരു സ്ഥാനമുണ്ട് എന്നുള്ളൊരു തോട്ട് അവർക്കും വരും. ആ നിമിഷം മുതൽ എന്താക്കും, അവരും പല റോളും ഏറ്റെടുക്കാൻ തുടങ്ങും. അങ്ങനെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഫ്രീ ആണ്. നമ്മുടെ പല കാര്യങ്ങളും നമ്മളെ കൂടെ അവർ നിന്നിട്ട് നമ്മളൊപ്പം ചെയ്യാൻ തുടങ്ങും എന്നുള്ളതാണ്. അല്ലാണ്ട് ഓരോ കാര്യത്തിലും നമ്മൾ ദേഷ്യപ്പെട്ടിട്ടാണ്, മെയിനായിട്ടും പ്രോബ്ലംസ് ഉണ്ടാവുക പഠിപ്പിക്കുന്ന സമയത്താണ്. ഏ പഠിപ്പിക്കുന്ന അതിന്റെ ടെൻഷന് നിങ്ങൾ വേണ്ട, തവക്കൽത്തു അല്ലല്ല. എന്തിനാ മക്കൾ പഠിക്കാത്തത്? ഞാൻ റെമഡിയൽ ടീച്ചർ, നിങ്ങൾക്ക് അറിയാലോ, വായിക്കാനും എഴുതാനും പ്രയാസപ്പെടുന്ന കുട്ടികളാണ് ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അപ്പോ പല പാരന്റ്സും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം അതാണ്, കുട്ടി പഠിക്കണില്ല. എന്താ ഞാൻ ഇപ്പൊ കുറച്ച് മുന്നേ കൂടെ എന്നെ ഒരു പാരന്റ് വിളിച്ചിട്ട് പറഞ്ഞു, പഠിക്കുന്നില്ല, ഞാൻ ഡോക്ടേഴ്സിനൊക്കെ കാണിച്ചു, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമ്മൾ മാറാൻ തയ്യാറായാൽ മതി. നമ്മുടെ വീട്ടില് നമ്മൾ ഓരോരോ മാറ്റങ്ങൾ കൊണ്ടുവരാം, ഓരോ ടാസ്കുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവരാം. ഇന്നെ ഞാൻ പറഞ്ഞില്ലേ, രാവിലെ മുതല് വൈകുന്നേരം വരെ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ് വൈകുന്നേരം മക്കൾ സ്കൂളിട്ട് വരുന്ന സമയത്ത് നമ്മൾ അപ്പോഴത്തേക്ക് നമ്മൾ ക്ഷീണിച്ചിട്ടുണ്ടാവും. മേ ബി നമുക്ക് ആ സമയത്തായിരിക്കും ഒരു റെസ്റ്റ് എടുക്കാനുള്ള ഒരു സമയം കിട്ടുക. ആ സമയത്തായിരിക്കും ഇവർ വന്നിട്ട് ചായ കാര്യങ്ങൾ അത് ഇത് പറയാം. ചിലപ്പോൾ നമുക്ക് അത് ആ സമയത്ത് പറ്റിക്കൊള്ളണമെന്നില്ല, ദേഷ്യം പിടിക്കും. അതൊന്നും വേണ്ട. നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം, വീട്ടില് നമ്മള് ഹൗസ് വൈഫ് ഒക്കെ ആണ് എന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ അറിയോ, നിങ്ങൾ വീട്ടിലെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുള്ള ഒരു സമയം കണ്ടെത്താം. ഇന്ന ടൈമിന്റെ ഉള്ളിൽ ഞാൻ എൻ്റെ എല്ലാ വർക്കും തീർക്കും എന്നുള്ള ഒരു തീരുമാനം എടുത്തിട്ട് എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ ആ വീട്ടിലെ മെയിനായിട്ടും അതൊരു ജോലിയല്ല, അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. വീട് അടിക്കുക, തുടക്കുക, കാര്യങ്ങളൊക്കെ ഭക്ഷണം ഉണ്ടാക്കുക, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. അത് നമ്മൾ വലിയ ജോലിയാക്കിയിട്ട് ഏറ്റെടുത്തതുകൊണ്ടാണ് എന്താകുന്നത്, അത് വലിയ ഭാരമായിട്ട് നമുക്ക് തോന്നുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതിനൊന്ന് പെട്ടെന്ന് എന്താ പറയാ സമയം കണ്ടെത്തിയിട്ട് അത് തീർത്തിട്ട്, നിങ്ങൾ കുട്ടിക്കാലത്ത് നിങ്ങളുടെ കുട്ടിക്കാലത്ത് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ, ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. ചിലർക്ക് പല ആക്ടിവിറ്റീസ് ആയിരിക്കും, ചിലർക്ക് തുന്നലും കാര്യങ്ങളും അങ്ങനെയൊക്കെ, ചിലർക്ക് വരക്കലും കാര്യങ്ങളൊക്കെ ആയിരിക്കും, ചിലർക്ക് പാട്ട് എഴുതുക, കഥ എഴുതുക, അങ്ങനെയൊക്കെ ആയിരിക്കും. അതൊക്കെ ചെയ്യുക.
അതിനുള്ള സമയം നിങ്ങൾ കണ്ടെത്തുക. അങ്ങനെയൊക്കെ ആവുമ്പോൾ നമ്മുടെ ഉള്ളിലെ കുട്ടി എന്താവും, ഓണാവും, നമ്മുടെ ഉള്ളിലെ കുട്ടിത്തം ഓണാവും. അപ്പൊ നമ്മൾ വലിയൊരു സംഭവമാണ്, എന്തോ വലിയ എന്താ പറയാ, നന്നായിട്ട് പല ഭാരങ്ങളും ഏറ്റെടുത്ത് വന്ന ഒരാളാണ് എന്നുള്ളൊരു തോട്ട് നമുക്ക് അപ്പം വരൂല. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കുട്ടിക്കാലത്ത് നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ, ചിലപ്പോൾ വരയ്ക്കലായിരിക്കും, ചിലപ്പോൾ പലരും പല പുസ്തകങ്ങൾ വായിക്കാറായിരിക്കാം, അല്ലെങ്കിൽ പലരും ചിത്രങ്ങൾ വരയ്ക്കാറായിരിക്കാം. അപ്പൊ അങ്ങനെ എന്തായിരുന്നോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ കണ്ണടച്ചിരുന്നാൽ മതി. നിങ്ങൾ ഒന്ന് നൈറ്റിൽ കിടക്കുന്നതിന് മുമ്പ് കണ്ണടച്ചിരുന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ കുട്ടിക്കാലത്ത് എന്തായിരുന്നു എന്നുള്ളത് നിങ്ങളൊന്ന് ബ്രീത്തിങ് ചെയ്യുക. നന്നായിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് നിങ്ങളിലേക്ക് ഫോക്കസ് കൊടുക്കുക. നിങ്ങളുടെ ശ്വാസത്തിലേക്ക് ശ്രദ്ധ കൊടുത്തിട്ട് നിങ്ങൾ അത് ചെയ്യുമ്പോൾ നിങ്ങളുടെ കുട്ടിക്കാലത്ത് നിങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അത് നിങ്ങളുടേതിൽ കൊണ്ടുവരാം. ഇപ്പം അത് കൊണ്ടുവരാം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് എന്താവും, റിലാക്സ് ആവും, നമുക്ക് സന്തോഷം വരാൻ തുടങ്ങും. അങ്ങനെ ആകുമ്പോൾ മക്കളുടെ അടുത്തും നമുക്ക് നല്ല രീതിയിൽ പെരുമാറാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് പറയാൻ ഒറ്റ കാര്യമാണ് മെയിനായിട്ട് പറയാനുള്ളത്, നിങ്ങൾ എന്ത് ചെയ്യുക, മക്കളെ പടച്ചോന്റെ ഒരു നിധിയായിട്ട് കാണാം. ആ കണ്ണുകളിൽ നിങ്ങൾക്ക് എന്താക്കാൻ പറ്റണം, പടച്ചോന്റെ സാന്നിധ്യം കാണാൻ പറ്റണം എന്നുള്ളതാണ്. അങ്ങനെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവർ ചെയ്യുന്ന ഓരോ കാര്യത്തിലും നിങ്ങൾക്ക് ദേഷ്യം വരില്ല. പിന്നെ നമ്മൾ വലിയ ആളുകളായിട്ട് കാണാണ്ട് അവരിൽ ഒരാളായിട്ട് അവരുടെ ഏജിലേക്ക് ഇറങ്ങി ചെന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അവരെ നോക്കി കാണാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ മക്കള് ഒരാളെയും തേടി പോവില്ല. അവരുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് നമ്മൾ തന്നെ ആയിരിക്കും എല്ലാ കാര്യം. പിന്നെ അതുപോലെ തന്നെ അവരുടെ അടുത്ത് സംസാരിക്കാൻ, അവർക്ക് തുറന്ന് സംസാരിക്കാനുള്ള ഒരു സ്പേസ് കൊടുക്കുക. ആ സമയത്ത് ഫോണിലും അവിടെ ഇവിടെയും കളിക്കാണ്ട് അവരെ കേട്ട് നിൽക്കാനുള്ള ഒരു മനസ്സുണ്ടല്ലോ, അത് നിങ്ങൾ കേൾക്കുക. അതിന് ആ ക്യൂരിയോസിറ്റിയോട് കൂടിയിട്ട് അവർ പറയുന്ന ഓരോ വാക്കും അവരുടെ കണ്ണിൽ നോക്കിയിട്ട് ആ ഓക്കെ പറഞ്ഞു ആ ലെവൽ നിങ്ങൾ കേട്ട് നോക്കിക്കേ. അടുത്ത ദിവസം അവരുടെ ഓരോ കാര്യങ്ങൾ അങ്ങനെ ആയി കഴിഞ്ഞാൽ അവരുടെ ഒരു വേണ്ടാത്തരത്തേക്കും അവർ പോകില്ല, 100% ഉറപ്പാ. അവരുടെ ബെസ്റ്റ് ഫ്രണ്ടായ അവർ ഒരു തെറ്റ് ചെയ്യുന്നതിൽ അത് തെറ്റാണ് എന്നതിൽ നിന്ന് മാറി നിൽക്കുന്നേക്ക് അപ്പുറത്തേക്ക് എന്റെ ഉമ്മക്ക് ഇത് ഇഷ്ടപ്പെടൂലല്ലോ, എന്റെ വാപ്പക്ക് ഇത് ഇഷ്ടപ്പെടൂലല്ലോ എന്നുള്ള ലെവലിലായിരിക്കണം മാറി നിൽക്കേണ്ടത്. അപ്പൊ ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ്. നിങ്ങൾക്ക് എന്ത് പ്രോബ്ലംസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഞാൻ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ എന്റെ രക്ഷിതാക്കൾ, ഞാനൊരു പാരന്റിങ് കോച്ചായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ കണക്ട് ചെയ്യാം, ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പൊ ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഇതിലൊറ്റ കാര്യമുള്ളൂ, നമ്മുടെ മക്കള് നിധിയാണ്. അവർ ആ ഫസ്റ്റ് ഡേ നമ്മുടെ കയ്യിൽ എങ്ങനെയാ കിട്ടിയിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്താക്കാൻ പറ്റണം, അവര് നോക്കി കൊണ്ടെടുക്കാൻ പറ്റണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ ഇൻഷാല്ലാ നമുക്ക് വീണ്ടും കാണാം. എല്ലാരും ഹാപ്പി ആണോ? ഹാപ്പി ആണെങ്കിൽ ഒന്ന് മനസ്സ് തുറന്നൊന്ന് ചിരിച്ചേ. യെസ്, ഓക്കെ. അപ്പൊ ഇൻഷാല്ലാ വീണ്ടും കാണാം. നിങ്ങളുടെ എല്ലാവരുടെ ഫീഡ്ബാക്കും എനിക്ക് പേഴ്സണലായിട്ട് നിങ്ങൾ അയക്കണം. ഞാൻ ചോദിക്കുന്നില്ല, കാരണം നമ്മൾ സമയം ഏകദേശം തീർന്നിട്ടുണ്ട്. സൂം പെയ്ഡ് അല്ല, സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാലോ നമ്മൾ 40 മിനിറ്റ് ആണ് നമ്മൾ സംസാരിക്കാറുള്ളത് എന്നുള്ളത്. ഓക്കെ, എനിവേ ഓൾ ദി ബെസ്റ്റ്. നമ്മുടെ ഓരോരോ മക്കളും, നിങ്ങളുടെ മക്കൾ എന്ന് പറഞ്ഞാൽ എന്റെയും കൂടെ പിള്ളേരാണ്. അപ്പോ നിങ്ങൾ ആരും ഇനി എന്ത് ചെയ്യണ്ട, വല്ലാണ്ട് പരാതി പരിഭവം നിൽക്കണ്ട. മക്കളെ മാറ്റാനും നിങ്ങൾ നിൽക്കണ്ട. നിങ്ങൾ മാറേണ്ടത്, വീട്ടിലുള്ള ഒരാളെ മാറ്റാൻ നിങ്ങൾ നിൽക്കണ്ട. നിങ്ങൾ ഓരോരുത്തരും എന്ത് ചെയ്യുക, മാറുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എവിടെയാണ് എനിക്ക് തെറ്റ് പറ്റിയത് എന്നുള്ള തോട്ട് നിങ്ങൾ കൊടുക്കുക, നിങ്ങളിലേക്ക് ഫോക്കസ് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഏതെല്ലാം കാര്യങ്ങൾ, ഉറപ്പായിട്ടും ദേഷ്യവും കാര്യങ്ങളൊക്കെ മറ്റുള്ളവരുടെ ഒരാളുടെ പ്രശ്നമാവില്ല, നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വരുന്നതാ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, നിങ്ങളിലേക്ക് ഫോക്കസ് കൊടുക്കുക. ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങളോട് തന്നെ ചോദിക്കുക, അതിനുള്ള ഉത്തരം ഉള്ളിൽ തന്നെ വരും എന്നുള്ളതാണ്. അതിനനുസരിച്ച് ആക്ഷൻ എടുക്കുക, മുന്നോട്ട് പോവുക. നമ്മുടെ മക്കൾ എന്താക്കുക, അടിപൊളിയായിട്ട് കൊണ്ടെടുക്കുക. നമ്മുടെ ഓരോരുത്തരുടെ വീടും സ്വർഗമായിട്ട് മാറട്ടെ എന്നുള്ളതാണ്. അപ്പൊ ഓക്കെ, ഇൻഷാല്ലാ എല്ലാരും വാട്സപ്പിൽ വരിക. ഓക്കെ, ബൈ, താങ്ക് യു. ഫീഡ്ബാക്ക് എല്ലാരും അറിയിക്കണം കേട്ടോ. പോയില്ലെന്നാലേ. അപ്പൊ ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. വീണ്ടും ഇൻഷാല്ലാ അടുത്ത ആഴ്ച നമുക്ക് കാണാം. Okay, thank you so much.